കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ ഞായറാഴ്ച മഹത്വപ്പെടുമാറാകട്ടെ. ഹാർവസ്റ്റ് ടിവിയിലൂടെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് ഇടപെടട്ടെ. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ വചനം സഭയായി ഒരു റൂഫിൻ്റെ കീഴിൽ കൂടി വരുവാൻ സാധിക്കുന്നില്ലെങ്കിലും ദൈവസഭയെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന മാനസാന്തരത്തിലൂടെ ദൈവിക പദ്ധതിയിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന ആത്മീക സന്ദേശമായി ഇത് പരിണമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 45 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒരു ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത് നിന്ന് എടുക്കാമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 45 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിലെ ചിന്തകൾ ശ്രദ്ധിക്കണമേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ഫിലിപ്പോസ് നഥനിയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. 46-ാം വാക്യം. നഥനിയേൽ അവനോട്, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. 47. നഥനിയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥനിയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്, സ്വർഗാരോഹണത്തിന് ശേഷം ഏകദേശം 60 വർഷം കഴിഞ്ഞിട്ട് 1-ാം നൂറ്റാണ്ടിൽ AD ഏകദേശം 90-നോടടുപ്പിച്ച് എഫെസസിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന അപ്പോസ്തലനായ യോഹന്നാൻ എഫെസസിലുള്ള ദൈവസഭയെ ആ ദൈവിക പദ്ധതിയിൽ ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി, ആ ദൈവിക പദ്ധതിയിൽ ഉറപ്പിക്കുക മാത്രമല്ല, അവരിലൂടെ, ഈ എഫെസസിലുള്ള ദൈവസഭയിലൂടെ ദൈവം ലോകത്തിൽ ചെയ്യുവാനുള്ള കാര്യങ്ങൾ അവരെ മനസ്സിലാക്കുവാൻ വേണ്ടി ഈ സുവിശേഷം എഴുതുന്നു. ഒരു ഇവാഞ്ചലിസം ആസ്പെക്ട് ഇതിനകത്തുണ്ട്. ഇവാഞ്ചലിസം ആസ്പെക്ട് എന്ന് പറയുമ്പോൾ പുതുതായി യേശുവിനെ അറിയാത്തവർ ദൈവസഭയിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യകത, അവർ യേശുവിൻ്റെ വലുപ്പം, യേശുവിൻ്റെ ദൈവത്വം അറിയേണ്ട ആവശ്യകത. 20-ാമത്തെ അധ്യായം 30-31 വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 20-ന്റെ 30-31 വാക്യങ്ങൾ ഇതിന്റെ താക്കോൽ വാക്യങ്ങളാണ്. ഇത് എഴുതിയിരിക്കുന്നത് തന്നെ യേശു ക്രിസ്തു ദൈവമെന്ന് വിശ്വസിക്കാൻ വേണ്ടി, വിശ്വസിച്ചിട്ട് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയൊക്കെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇവാഞ്ചലിസം മാത്രമല്ല, ഡിസൈപ്പിൾഷിപ്പ്, യേശുവിന്റെ അടുക്കൽ വന്നവർ അവരെങ്ങനെ ജീവിക്കണം, ശിഷ്യത്വം, അതിന്റെ പാഠങ്ങളുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 13-ൽ മറ്റെങ്ങും കാണാത്ത, ഒരു സുവിശേഷകരും രേഖപ്പെടുത്താത്ത, യേശു കാല് കഴുകുവാൻ വേണ്ടി, ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ വേണ്ടി ഉള്ള ആ അവസ്ഥ, വാഷിംഗ് ഓഫ് ദ ഫീറ്റ് ഓഫ് ദ ഡിസൈപ്പിൾസ്, ശിഷ്യത്വത്തെ കാണിക്കുന്ന, മനോഭാവത്തെ കാണിക്കുന്ന, ദാസ്യത്വത്തെ കാണിക്കുന്ന യേശുവിൻ്റെ ആ വലിയ ശുശ്രൂഷ, അതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ, ഇന്നത്തെ കുറിവാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് 1-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ. ബൈബിളിൽ ഒരു നിമിഷം നോക്കിയേ. 1-ാം അധ്യായം 35 മുതൽ ആ അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വരെ, 51-ാം വാക്യം വരെ, 35 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ, അതിനൊരു തലക്കെട്ട് കൊടുത്താൽ ആദ്യത്തെ യേശുവിന്റെ ശിഷ്യന്മാർ, യേശുവിന്റെ അടുക്കൽ ആദ്യം വന്ന ശിഷ്യന്മാർ, അതിനെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. 1-ന്റെ 35 മുതൽ 51 വരെയുള്ള ഈ ബ്ലോക്കിനെ, ഈ ഒരു ഖണ്ഡികയെ രണ്ടായിട്ട് തിരിക്കുവാൻ സാധിക്കും.
നമ്മുടെ മലയാളം ബൈബിളിലൊക്കെ അങ്ങനെ ഖണ്ഡിക തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. 1:35 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ ഒന്നാമത്തെ ഖണ്ഡിക. അവിടെ എഴുതിയിരിക്കുന്ന ആരെ കുറിച്ചാണ്? അവിടെ എഴുതിയിരിക്കുന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവിടെ അന്ത്രയോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അന്ത്രയോസ് പോയി പത്രോസിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ ആ ഖണ്ഡിക, ഒന്നാമത്തെ അധ്യായത്തിന്റെ അവസാന ഖണ്ഡിക, അതിനകത്താണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം, ഇന്നത്തെ കുറിവാക്യമുള്ളത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 1:35 മുതൽ വളരെ താരതമ്യപ്പെട്ട് കിടക്കുന്ന ഒരു അനുഭവമാണ് ഈ 43 വാക്യങ്ങളിൽ കാണുന്നത്. അന്ത്രയോസ് പോയി പത്രോസിനെ വിളിക്കുന്നത് പോലെ ഇവിടെ ഇതാ ഫിലിപ്പോസ് പോയി നഥനിയേലിനെ വിളിക്കുന്നു. മറ്റെന്തെങ്കിലും സാമ്യമുണ്ടോ? ഈ രണ്ട് ഖണ്ഡികയും തമ്മിൽ മറ്റെന്തെങ്കിലും സാമ്യമുണ്ടോ? സാമ്യമുണ്ട്. ആദ്യത്തെ ഖണ്ഡികയിൽ പരാമർശിച്ചിരിക്കുന്ന അന്ത്രയോസും പത്രോസും ബെത്സൈദക്കാരാണ്. ഇവിടെയും പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ അധ്യായം അതിന്റെ 44 വാക്യത്തിൽ ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സൈദയിൽ നിന്നുള്ളവൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സാമ്യമുള്ളതുപോലെ രണ്ട് ഖണ്ഡികയായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ വലിയ സത്യങ്ങൾ ഇവിടെ അടങ്ങിയിട്ടുള്ളത് പോലെ, ഒരു പാറ്റേൺ കാണുന്നത് പോലെ. രണ്ടുപേരും ബെത്സൈദക്കാരാണ്. അത് മാത്രമല്ല, രണ്ട് ഖണ്ഡികയും തുടങ്ങുന്നത്, ഒന്ന് ശ്രദ്ധിച്ചേ, 35 വാക്യം തുടങ്ങുന്നത് പിറ്റേന്നാൾ, 43 തുടങ്ങുന്നത് പിറ്റേന്നാൾ. ഇങ്ങനെയുള്ള സാമ്യങ്ങൾ മാത്രമല്ല, ബെത്സൈദ സാമ്യം മാത്രമല്ല, പിറ്റേന്നാൾ എന്നുള്ള പരാമർശത്തിന്റെ സാമ്യം മാത്രമല്ല. ഇവിടെ ഒരു വലിയ കാര്യമുണ്ട്. രണ്ടിലും കോമൺ ആയിട്ടുള്ളവർ. എന്നെ കേൾക്കുന്ന ഇന്നത്തെ ദിവസം, ഈ കർത്തൃ ദിവസം, ഈ മീഡിയത്തിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ആദിമ ശിഷ്യന്മാരുടെ സുവിശേഷീകരണത്തെ കുറിച്ച് ഒരു നിമിഷം സമയമെടുത്തൊന്ന് ചിന്തിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കൊറോണ വൈറസിന്റെ കെടുതി നിമിത്തം ആലയങ്ങളിൽ കൂടി വരുവാൻ സാധിക്കാതെ നമ്മളായിരിക്കുമ്പോ, കൺവെൻഷൻ സ്റ്റേജുകളൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെയുള്ള സീസൺ തന്നെ മാറ്റപ്പെട്ട് നിൽക്കുമ്പോൾ, ഒരു സീസണിൽ ദൈവം അത് അനുവദിച്ചു, അതിലൂടെ അനേകർ യേശുവിനെ കണ്ടു എന്നുള്ളത് ശരിയാണ്. കൺവെൻഷൻ സ്റ്റേജുകളിൽ സുവിശേഷം മുഴങ്ങി എന്നുള്ളത് ശരിയാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 35 വാക്യങ്ങളിൽ ആദിമ ശിഷ്യന്മാരുടെ സുവിശേഷീകരണം പരിചയപ്പെടുത്തുന്നു. ഈ രണ്ട് ഖണ്ഡികയും തമ്മിൽ ഒരു ബന്ധം എന്താണെന്ന് അറിയാമോ? ശിഷ്യന്മാരാണെങ്കിൽ ആദ്യം അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നോക്കിക്കേ, അത് യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് 36-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായം 36-ാമത്തെ വാക്യം. അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് യോഹന്നാൻ സ്നാപകൻ എന്തോ പറഞ്ഞെന്ന് അറിയാമോ? മറ്റുള്ളവരോട് യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. എന്താ ഇതിനെ വിളിക്കുന്നത്? ഇതിനെ വിളിക്കുന്നതാണ് വിറ്റ്നസിംഗ്, സാക്ഷ്യപ്പെടുത്തുന്ന യോഹന്നാൻ സ്നാപകൻ. 1-ാം അധ്യായം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. എന്നിട്ട് യോഹന്നാന്റെ ശുശ്രൂഷയെ കുറിച്ച് അടുത്ത 8-ാമത്തെ വാക്യത്തിൽ അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടതിന് അത്രേ അവൻ വന്നത്. വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്ന യോഹന്നാൻ, ആ സാക്ഷ്യം പറയുന്നതാണ് ഇവിടെ വായിക്കുന്ന 36-ാം വാക്യം. അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ കുറിച്ച് അവൻ സാക്ഷ്യം പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, സുവിശേഷീകരണത്തിന് എപ്പോഴും പുൾപിറ്റ് ലഭിച്ചു എന്ന് വരികയില്ല, എപ്പോഴും വലിയ സ്റ്റേജുകൾ ലഭിച്ചു എന്ന് വരികയില്ല. പേഴ്സണൽ ഇവാഞ്ചലിസം, വിറ്റ്നസിംഗ്, സാക്ഷീകരണം നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ, നമ്മുടെ അയൽവക്കങ്ങളിൽ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ, വലിയ കൺവെൻഷൻ യോഗത്തിൽ ആദ്യത്തെ 30 മിനിറ്റ് വലിയ പാട്ടുകൾ, ആരാധന നടന്നിട്ട് നമ്മളെല്ലാം ഒരു പ്രസംഗകനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് എല്ലാവരും കൈകെട്ടിയിരിക്കുന്ന ഒരു അനുഭവമല്ല ഇവിടെ കാണുന്നത്. ആരാണോ ശിഷ്യൻ
ആ ശിഷ്യന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ശിഷ്യനാണെങ്കിൽ ആ വാക്ക് ഡിസൈപ്പിൾ എന്ന വാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാക്കാണ്. എ ഡിസൈപ്പിൾ ഈസ് സപ്പോസ്ഡ് ടു ബി എ വിറ്റ്നസ്. അവൻ സാക്ഷ്യം പറയണം അവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത്. മാത്രമല്ല, യേശു ആരാണെന്നുള്ള വെളിപ്പാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് കൈകെട്ടിയിരിക്കാൻ, അവന് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. അവന്റെ ഫ്രണ്ട് സർക്കിളിനോട് അവൻ യേശുവിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ഞായറാഴ്ച ദിവസം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എപ്പോഴായിരുന്നു അവസാനമായി നിത്യജീവന്റെ ദാതാവായ യേശുവിനെ കുറിച്ച്, നമ്മുടെ ആത്മ മണവാളനായ യേശുവിനെ കുറിച്ച്, നമ്മൾ നോക്കി പാർക്കുന്ന പ്രത്യക്ഷതയെ കുറിച്ച്, യേശുവെന്ന രക്ഷകനെ കുറിച്ച് വേറൊരാളോട് പറഞ്ഞ അവസാന ദിവസം എന്നായിരുന്നു? കഴിഞ്ഞ ആഴ്ചയായിരുന്നോ ഒരാളോട് ഫോൺ എടുത്തിട്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് നീയും വരണം, യേശുവിനോട് നീയും പ്രാർത്ഥിക്കണം, ഞാൻ അനുഭവിക്കുന്നു സമാധാനം, ഞാൻ അനുഭവിക്കുന്നു നിത്യജീവൻ, ഞാൻ അനുഭവിക്കുന്ന ഈ വെളിച്ചം നീയോടൊന്ന് അനുഭവിക്കണം. ക്ഷണിച്ചായിരുന്നോ ആരെങ്കിലും? യോഹന്നാൻ സ്നാപകൻ വിളിക്കുന്നു, ഇതാ ഹി ഈസ് എ വിറ്റ്നസ്. യോഹന്നാൻ സ്നാപകൻ മാത്രമല്ല, 41-ാമത്തെ വാക്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം, ഈ ഖണ്ഡികൾ തമ്മിലുള്ള ബന്ധം നോക്കണം. 35 മുതൽ 51 വരെ ഒരു വലിയ ഖണ്ഡികയാണ്. പക്ഷെ അതിനെ രണ്ടായിട്ട് തിരിക്കുമ്പോൾ ആദ്യത്തെ ഖണ്ഡികയിൽ യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യം പറയുന്നു. യോഹന്നാൻ മാത്രമല്ല, 41-ാമത്തെ വാക്യത്തിൽ അന്ത്രയോസിനെ കുറിച്ച് പറയുന്നു. അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടവനോട്. യേശുവിനെ കണ്ട അന്ത്രയോസ് ചെയ്യുന്ന എന്താ? അവന്റെ മനസ്സിലൊരു വലിയ വ്യഗ്രത, ഒരു വലിയ ആവേശം, ഒരു വലിയ ഡെസ്പറേറ്റ്നെസ്. ഞാൻ യേശുവിനെ കണ്ടു, എനിക്ക് ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയണം. അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടവനോട്, ഞങ്ങൾ മശീഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. We have found the Messiah. അവനും ഒരു സാക്ഷ്യം പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്, വേർ ആർ അവർ ബ്രദേഴ്സ്? നമ്മുടെ സഹോദരന്മാരെവിടെ? പലരുടെയും മനസ്സിലുള്ള ആശയം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും, ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ അവരോട് പറഞ്ഞു, എൻ്റെ ഉത്തരവാദിത്വം തീർന്നു, ഇനി അവർ നരകത്തിലേക്ക്, ഞാൻ സ്വർഗത്തിലേക്ക്. അങ്ങനെ ഒരു മനോഭാവമല്ല ഈ പുസ്തകം നമുക്ക് മുമ്പിൽ തരുന്നത്. ഒരു വലിയ ബേർഡനോടെ ഈ കൊറോണ വൈറസിന്റെ സമയത്ത് ഒരുപക്ഷെ യാത്ര ചെയ്യാൻ കഴിയത്തില്ല, ഒരു പക്ഷെങ്കിൽ പണം മുടക്കി വീടിന്റെ മുറ്റത്ത് കൺവെൻഷൻ വെക്കാൻ സാധ്യമല്ല. ഫോൺ എടുക്കുമ്പോൾ പ്രാർത്ഥനയോടെ, ആവേശത്തോടെ, ബേർഡനോടെ, we have found the Messiah. ഞങ്ങൾ അവനെ കണ്ടിരിക്കുന്നു, ഞങ്ങളുടെ ഉള്ളിൽ ദൈവിക സമാധാനം അനുഭവിക്കുന്നു, നീയും കൂടെ ഈ വെളിച്ചത്തിൽ വരണമേ എന്ന് പറയുന്ന പേഴ്സണൽ ഇവാഞ്ചലിസം. അതിൻ്റെ നാളുകളാണിത്. ഇത് പകച്ചിരിക്കേണ്ട നാടുകളല്ല. ഇത് 3 മാസം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് അത് ചെയ്യായിരുന്നു, അതിൻ്റെ സമയമല്ലിത്. ഇത് ദിവസങ്ങൾ പാർത്ത് കൺവെൻഷൻ നടക്കുമോ, ഫെബ്രുവരി നടക്കുമോ, മാർച്ച് നടക്കുമോ, അതിൻ്റെ സമയം അല്ലിത്. അത് നടക്കട്ടെ, ഫെബ്രുവരിയിൽ നടക്കട്ടെ, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ നടക്കട്ടെ. ഇതെന്തിൻ്റെ സമയമാണെന്ന് ചോദിച്ചാൽ, എൻ്റെ അകത്തുള്ള യേശുവിനെ ഒതുക്കി നിർത്താതെ ഒരു സാക്ഷ്യത്തിന്റെ സമയം. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞതുപോലെ, അന്ത്രയോസ് വിളിച്ചു പറഞ്ഞതുപോലെ. ഈ 43 വാക്യങ്ങളിൽ വേറൊരാളെ പരിചയപ്പെടുത്താം. ബന്ധം നോക്കണം. 1-ാമത്തെ ഖണ്ഡികയിൽ വിറ്റ്നസ് ചെയ്യുന്ന യോഹന്നാൻ സ്നാപകൻ, വിറ്റ്നസ് ചെയ്യുന്ന അന്ത്രയോസ്. 45-ാമത്തെ വാക്യം, ഫിലിപ്പോസ് നഥനിയേലിനെ കണ്ടവനോട്. ഫിലിപ്പോസ് യേശുവിൻ്റെ അടുക്കൽ വന്നതാ, പക്ഷെ മിണ്ടാതിരിക്കാൻ ഒക്കുന്നില്ല. യേശുവിനെ ശരിക്കും അനുഭവിച്ചവരുടെ ഒരു ലക്ഷണമുണ്ട്, യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞവരുടെ ഒരു ലക്ഷണമുണ്ട്. അവർ അവരുടെ കാര്യം മാത്രം നോക്കി സ്വാർത്ഥരായിരിക്കുന്നവരല്ല, പേഴ്സണൽ ഹോളിനെസ്സിൽ മാത്രം ശ്രദ്ധിക്കുന്നവരല്ല, അവർ പേഴ്സണൽ ഇവാഞ്ചലിസത്തിലൂടെ ശ്രദ്ധിക്കുന്നവരാ. അതാണ് യേശുവിനെ യഥാർത്ഥമായി കണ്ടൊരാളുടെ ലക്ഷണം. യോഹന്നാൻ സ്നാപകൻ ചെയ്യുന്നു, അന്ത്രയോസ് ചെയ്യുന്നു. ഇവിടെ ഫിലിപ്പോസ് നഥനിയേലിനെ കണ്ടവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു.
ആ പദവും ഈ രണ്ട് ഖണ്ഡികയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പദമാണ്. കണ്ടെത്തിയിരിക്കുന്നു. വി ഹാവ് ഫൗണ്ട് ദ മെസ്സയ. അത് തന്നെയല്ലേ അന്ത്രയോസ് പറഞ്ഞത് 41-ാം വാക്യത്തിൽ, ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. വി ഹാവ് ഫൗണ്ട്. ഒരു വലിയ ഡിസ്കവറി നടത്തിയിരിക്കുന്നു. എന്നെ വിവിധ മാധ്യമങ്ങളിലൂടെ ഈ പകൽ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബമായി നിങ്ങൾ ആ ട്രഷറിനെ ഡിസ്കവർ ചെയ്തെങ്കിൽ, ആ ട്രഷറിനെ, യേശുവെന്ന ദാനത്തെ, നമ്മുടെ ഉൾക്കണ്ണിന്റെ അന്ധത മാറ്റി പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണ് തുറന്ന് യേശു രക്ഷകനെന്ന്, യേശു കർത്താവെന്ന്, യേശു നിത്യജീവന്റെ ദാതാവെന്ന് തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയെങ്കിൽ അത് നമ്മുടെ മിടുക്കല്ല, അതൊരു വെളിപ്പാടായി ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ആവേശം മറ്റാൾക്കാരോട്, വി ഹാവ് ഫൗണ്ട് ഇറ്റ്, ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഉള്ളത് ഈ സാക്ഷ്യം പറഞ്ഞാൽ ഉടനെ നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ രണ്ട് ഖണ്ഡികയിലും 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ വിറ്റ്നസിംഗ് ഉണ്ട്. ഇവിടെയും 43 മുതലുള്ള വാക്യങ്ങളിലും സാക്ഷീകരണമുണ്ട്. ഇത് മാത്രമല്ല സാമ്യം. ഈ സാക്ഷ്യം അങ്ങോട്ട് പറഞ്ഞ് കഴിയുമ്പോൾ നടക്കുന്ന കാര്യം എന്താണെന്നറിയാം? ഇന്ന് പലപ്പോഴും നമ്മൾ കാണാത്തതാണ്. പക്ഷെ അന്ന് യോഹന്നാൻ എഴുതി വച്ചിരിക്കുക, നിന്റെ ഉത്തരവാദിത്വം സാക്ഷ്യം പറയുക എന്നുള്ളതാണ്. സാക്ഷ്യം പറഞ്ഞാൽ ഉടൻ നടക്കുന്ന ഒരു കാര്യം. യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്തോ നടന്നെന്നറിയോ? 37-ാം വാക്യം. യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, ആ രണ്ട് ശിഷ്യന്മാർ, ആരായി രണ്ട് ശിഷ്യന്മാർ? ഒരാൾ അന്ത്രയോസ, മറ്റൊരാളുടെ പേര്, ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു പക്ഷെങ്കിൽ ഈ പുസ്തകം എഴുതുന്ന, ഈ സുവിശേഷം എഴുതുന്ന യോഹന്നാൻ, ജോൺ ദി അപ്പോസ്റ്റൽ ആയിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. ഈ രണ്ട് ശിഷ്യന്മാർ അവരെന്തോ ചെയ്തു? സാക്ഷ്യം കേട്ടപ്പോൾ അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ ഫോളോ ചെയ്തെന്ന്. വിറ്റ്നസിങ് നടന്നു കഴിയുമ്പോൾ അടുത്തതായി സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? ഫോളോയിങ് ഈസ് ഗോയിങ് ടു ഫോളോ വിറ്റ്നസിങ്. ഇതൊരു പാറ്റേൺ ആയിട്ട് കാണാം. 41-ാം വാക്യത്തിൽ അന്ത്രയോസ് വിറ്റ്നസ് ചെയ്തു. അന്ത്രയോസ് സഹോദരനായ പത്രോസിനോട് പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞു. അടുത്ത വാക്യത്തിൽ എന്താ നടക്കുന്നത്? അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവിടെയും ഫോളോയിങ് നടക്കുക. സാക്ഷ്യം പറഞ്ഞ ഉടനെ അനുഗമിക്കുന്നവർ. ഫിലിപ്പോസ് ഈ 43-ാമത്തെ വാക്യത്തിൽ നോക്കണേ, 43. പിറ്റേന്നാൾ യേശു ഗലീലയിൽ പുറപ്പെട്ട് ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു, എന്നെ അനുഗമിക്ക. ആ വാക്ക് നോക്ക്. ഈ രണ്ട് ഖണ്ഡികയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു വാക്കാണ്. ഒന്ന് സുവിശേഷീകരണം, വിറ്റ്നസിങ്, സാക്ഷ്യം പറയുന്നു. അന്ത്രയോസ് പറയുന്നു, ഫിലിപ്പോസ് പറയുന്നു. രണ്ടാമത്തെ കാര്യം ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ അനുഗമിക്കുന്നു. പത്രോസ് അനുഗമിച്ചു വരുന്നു, ഫിലിപ്പോസ് അനുഗമിക്കുന്നു, നഥനിയേലും, നമ്മുടെ കുറിവാക്യത്തിൽ കണ്ട നഥനിയേലും അനുഗമിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, സാക്ഷ്യം പറഞ്ഞു. പാസ്റ്റർ, ഞാൻ പല സന്ദർഭങ്ങളിൽ സാക്ഷ്യം പറഞ്ഞു. ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ സഹോദരിയോട് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു. പക്ഷേ യാതൊരു ചലനവും ഇല്ല. അവരുടെ ഹൃദയം കല്ലുപോലെ, എങ്ങനെ എന്ത് കേട്ടാലും യാതൊരു വിധത്തിലും ഒരു മാനസാന്തരം വരുന്നില്ല, യേശുവിൻ്റെ അടുക്കൽ വരുന്നില്ല, പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നില്ല. ഈ ഞായറാഴ്ച ദിവസം ഞാൻ വിളിച്ചു പറയട്ടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ആത്മനിയോഗത്തോടെ പറച്ചിൽ നിർത്തണ്ട, പറച്ചിൽ തുടരുക. ഈ വരുന്ന ആഴ്ചയിലും വേണ്ട, ഇന്നത്തെ ദിവസം തന്നെ ഉച്ച കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഫോൺ എടുക്കുക. ആരൊക്കെ യേശുവിൻ്റെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആരുടെയൊക്കെ പേരെഴുതി പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരെ പിന്നെയും ഫോൺ ചെയ്യുക, അവരെ വിളിക്കുക, ഈ ദൈവ സ്നേഹത്തെ കുറിച്ച് പറയുക. മടുത്തു പോകണ്ട. ഈ പത്രോസിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നതുപോലെ, ആ രണ്ട് ശിഷ്യന്മാരെ അനുഗമിച്ചതുപോലെ, ഫിലിപ്പോസ് അനുഗമിച്ചതുപോലെ, നഥനിയേൽ ആ സാക്ഷ്യം കേട്ട് വന്നതുപോലെ, നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പായിൽ നിങ്ങൾ അനുഗമിക്കുന്ന യേശുവിനെ ആ പൂർണ്ണ അർത്ഥത്തിൽ ആരാധിക്കുവാൻ ദൈവം ഒരു സമൂഹത്തെ, നിങ്ങളുടെ കുടുംബത്തെ തന്നെ ഈ ദിവസങ്ങളിൽ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ദിവസം അടുത്തു. യേശുവിനെ അനുഗമിക്കുവാൻ ഒരു കൂട്ടത്തെ നിങ്ങൾ ഒരുക്കുന്ന നിങ്ങളുടെ സാക്ഷ്യത്തിലൂടെ
ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്റ്റേജ് സാക്ഷ്യം പറയാൻ? സ്റ്റേജ് ഒന്നും കിട്ടത്തില്ല. കിട്ടുന്നത് ഫോൺ മാത്രമായിരിക്കാം. ഫോൺ എടുക്കുക, സാക്ഷ്യം പറയുക. നേരിൽ ആരെങ്കിലും കാണുന്നെങ്കിൽ സാക്ഷ്യം പറയുക. നമ്മളിലൂടെ ആ ജീവജലത്തിന്റെ നദികൾ, നമ്മളിൽ വ്യാപരിക്കുന്ന സമാധാനം, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവകൃപ, ആത്മാവിന്റെ നിയോഗം മറ്റുള്ളവരിലേക്ക് ചലിക്കുന്ന ദിവസങ്ങളാകട്ടെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് ഖണ്ഡികയിലും കിടക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ വേഗത്തിൽ പറയാൻ പോവുകയാണ്. ആവർത്തിച്ച് കാണുന്ന ഒരു പദം. ഈ പലപ്പോഴും സാക്ഷ്യം പറയുന്നുണ്ട്, പക്ഷേ ആരും അനുഗമിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? കാരണം വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അനേകർക്ക് സംശയമുണ്ട്. നമ്മൾ ഈ സാക്ഷ്യം പറയുമ്പോഴും യേശുവിനെ കുറിച്ച് സംശയമുണ്ട്. നഥനിയേലിന് സംശയം ഉണ്ടായിരുന്നു. നസറേത്തിൽ നിന്നും വല്ല നന്മ വരുമോ? പത്രോസിന് ന്യായമായ ഒരുപാട് സംശയം കാണും. യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അനേകർക്ക് സംശയം കാണും. ഈ സംശയ നിവാരണം, സംശയ ദൂരീകരണം നടക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ വലിയ ആർഗ്യുമെന്റിലാണോ? ഞാൻ നിന്നെ വിടത്തില്ല, ഞാൻ നിന്നെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ പോവുക. എങ്ങനെ ഈ സംശയത്തിന്റെ ദൂരീകരണം നടക്കുന്നത്? ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോ, മറ്റെന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തോ. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. അനുഗമിക്കുവാൻ പലപ്പോഴും തടസ്സം ഈ കാര്യം നമ്മൾ പറയാത്തത് കൊണ്ടാ. ഏതാ കാര്യം എന്നറിയാമോ? 1-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. യേശു പറയുന്ന ഒരു വാക്കാണ്. അവൻ അവരോട് വന്ന് കാണുവീൻ എന്ന് പറഞ്ഞു. ആദ്യം യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാര് ചോദിച്ചൊരു ചോദ്യമാ. 38-ാം വാക്യം. യേശു തിരിഞ്ഞ്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? എന്തിനാ എന്റെ പുറകെ വരുന്നത്? അവർ പറഞ്ഞു, റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. യേശു അവരോട്, വന്ന് കാൺമീൻ, നിനക്ക് കാണാം, നിനക്ക് എൻ്റെ കൂടെ താമസിക്കാം, നിനക്കെന്നെ അനുഭവിക്കാം. അനേകരും ഈ അനുഗമിക്കാൻ തയ്യാറാകാത്ത എന്താണെന്നറിയാമോ? സാക്ഷ്യം പറച്ചിലേ ഉള്ളൂ. ഇവിടെ കാണാനൊന്നുമില്ല, ഇവിടെ രൂപാന്തരം സംഭവിക്കുന്നില്ല. ലോകത്തിലുള്ളവർക്ക് പണക്കൊതി, യേശുവിനെ അനുഗമിക്കുന്നെന്ന് പറയുന്നവർക്കും പണക്കൊതി. ലോകത്തിലുള്ളവർ ലൗകിക ആഡംബരത്തിൽ നടക്കുന്നു. നമ്മളും ആഡംബരത്തിനെ ന്യായീകരിച്ചുള്ള വചന ശുശ്രൂഷകളും ആഡംബരത്തെ ന്യായീകരിച്ചുള്ള തിരുവചന ചിന്തകളുമായി ഇങ്ങനെ പോവുകയാണ്. ഒരു വ്യത്യാസം വേണം. അനുഗമിക്കുവാൻ ഒരാളെ ക്ഷണിക്കുമ്പോ വന്ന് കാൺമീൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തത് നിങ്ങളൊന്ന് വന്ന് കാണണം. ഇതാ ഈ ട്രാൻസ്ഫോർമേഷനാണ് യേശു വരുത്തിയത്. യേശു പറയുക 1:39 വന്ന് കാൺമീൻ. 1:46 ഇതേ കാര്യം ആവർത്തിക്കുന്നത് ഈ രണ്ട് ഖണ്ഡികയെ തമ്മിൽ ബന്ധപ്പെടുത്തുന്നത് മാത്രമല്ല, ഒരു വലിയ സത്യം അവിടെ ഉള്ളത് കൊണ്ടല്ലേ ഈ വന്ന് കാൺമീൻ. 1:46 ശ്രദ്ധിച്ചേ. നഥനിയേൽ അവനോട്, ആരോട്? ഈ സ്കെപ്റ്റിക്കായ, യേശുവിൻ നസറേത്തിൽ നിന്ന് വല്ല നന്മ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോ നഥനിയേൽ അവനോട്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? പലപ്പോഴും സാക്ഷ്യം പറഞ്ഞപ്പോൾ ആൾക്കാർ പ്രതികരിച്ച അങ്ങനല്ലേ, നിങ്ങളോട് വന്നാൽ എന്തുകൊണ്ട്? ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കും, നിങ്ങൾ അവിടെ നിൽക്കുന്നു, നിങ്ങൾക്കും പ്രശ്നമില്ലേ? ഞങ്ങൾക്കും പ്രശ്നമുണ്ട്. നിങ്ങൾക്കും കൊറോണ വരത്തില്ലേ? ഞങ്ങൾക്കും കൊറോണ വരും. പിന്നെ എന്തിന് ഞങ്ങൾ വരണം യേശുവിന്റെ അടുക്കൽ? നഥനിയേൽ ചോദിക്കുന്ന അതാ. ഫിലിപ്പോസിനോട് നഥനിയേൽ ചോദിക്കുന്ന അതാ. നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് പറയുന്നത് എന്താണെന്നറിയോ? ഫിലിപ്പോസ് അവനോട് പറയുന്നത്, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ എഴുതിയിട്ടുണ്ട്. നസറേത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഇതാ. നിനക്ക് ഇതുവരെ ഇത് മനസ്സിലായില്ലേ? നീ അത്തിയുടെ കീഴിൽ ഇരുന്ന് പഠിക്കുന്ന ആളല്ലേ? ഇതൊന്നും അല്ല പറഞ്ഞത്. അതൊക്കെ പറയുന്നതിന് പരിമിതികളുണ്ട്. എന്താണെന്നറിയാമോ ഫിലിപ്പോസ് പറയുന്നത്? നഥനിയേൽ സംശയിക്കുക, ഞാൻ അനുഗമിക്കണമോ? സാക്ഷീകരണം നടന്നു, സാക്ഷ്യപ്പെടുത്തൽ നടന്നു, പക്ഷെ അനുഗമിക്കാൻ തടസ്സമായി നിൽക്കുന്നവനോട് ഇവിടെ പറയുന്നത്, ഫിലിപ്പോസ് ഉത്തരം പറയുന്നത്, വന്ന് കാൺമീൻ. ഇന്നത്തെ ഈ ദിവസം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ജീവിതത്തിൽ കർത്താവ് വല്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ
ഒരു രോഗസൗഖ്യമാകട്ടെ, ഒരു വലിയ രൂപാന്തരമാകട്ടെ, ഒരു വലിയ അഡിക്ഷനിൽ നിന്ന് മനുഷ്യർക്കാർക്കും പരിഹാരം വരുത്തുവാനൊക്കാത്ത വലിയ അടിമത്വത്തിൽ നിന്ന്, അടിമ ചങ്ങലയിൽ നിന്ന് ദൈവം നിങ്ങളുടെ കരങ്ങളെ സ്വാതന്ത്ര്യമുള്ളവരാക്കി തീർത്തെങ്കിൽ, അടിമത്വത്തിൽ നിന്ന് ദൈവം വിടുവിച്ചെങ്കിൽ, വലിയ ശാപത്തിന്റെ കീഴിൽ ജീവിച്ച അനുഭവത്തിൽ നിന്ന്, അസമാധാനത്തിൽ നിന്ന് കർത്താവ് കുടുംബത്തെ വീണ്ടെടുത്ത് വിടുവിച്ചെങ്കിൽ എങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? സാക്ഷ്യം പറഞ്ഞിട്ട് വിശ്വസിക്കാത്തവരോട് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, സംശയമുള്ളവരോട് സാക്ഷ്യം പറഞ്ഞിട്ട്, യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അവർക്ക് സംശയമുണ്ട്, യേശുവിന്റെ അടുക്കൽ ഞങ്ങൾ എന്തിനു വരണമെന്ന് ചോദിക്കുന്നവരോട് കയ്യിൽ വേണ്ടത്, ആ അധരങ്ങളിൽ വേണ്ടത് വന്ന് കാൺമീൻ. വന്ന് കാണേണ്ടത് ഞങ്ങളുടെ സഭാ ഹോളല്ല, വന്ന് കാണേണ്ടത് ഞങ്ങളുടെ കാർ പാർക്കിംഗിൽ കിടക്കുന്ന വണ്ടിയല്ല. ഇന്ന് പലരും പറയുന്നത് ഇങ്ങനെയാ, വന്ന് കാൺമീൻ, ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചതിന്റെ ലക്ഷണമായി കാർ പാർക്കിംഗ് ഞായറാഴ്ച നോക്കിയാൽ മതി, അവിടെ വരുന്ന വണ്ടികൾ നോക്കിയാൽ മതി. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനെക്കാട്ടിൽ വണ്ടികൾ വരുന്ന, ഇതിനെക്കാട്ടിൽ കൂടിയ വണ്ടികൾ വരുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഭാരതത്തിലുണ്ട്. മൗഢ്യമായ പ്രസ്താവനകൾ നടത്തരുതേ. ആൾക്കാരുടെ അംഗസംഖ്യ കാണിച്ച് വന്ന് കാൺമീൻ, വന്ന് കാൺമീൻ. ഇതിനെക്കാട്ടിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്ന അനേക പുണ്യ സ്ഥലങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ ഭാരതത്തിലുണ്ട്. പക്ഷെ വന്ന് കാൺമീൻ എന്ന് വിളിക്കണം. എന്താണെന്നറിയാമോ? ഭൗതിക സമൃദ്ധിയല്ല, വാഹനത്തിന്റെ കൊഴുപ്പല്ല, വീടിന്റെ വലുപ്പമല്ല. വന്ന് കാൺമീൻ, അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ, അസമാധാനത്തിൽ മുങ്ങിക്കിടന്ന, ജീവിതം പോലും അവസാനിപ്പിക്കാൻ നിന്ന ഞങ്ങളുടെ ജീവിതത്തിൽ യേശു വന്നത്, ഉണ്ടാക്കിയ മാറ്റം വന്ന് കാൺമീൻ. വിളിച്ചു പറയാൻ തയ്യാറാകണം. നിങ്ങൾ ചില തലമുറകളെ മനുഷ്യർക്കൊന്നും രക്ഷപ്പെടുത്താനൊക്കാത്ത, ഒരാൾക്കും അവനെ രൂപാന്തരപ്പെടുത്താൻ കഴിഞ്ഞില്ല. മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശു അവനെ പിടിച്ചില്ലേ? യേശുവിന്റെ സാന്നിധ്യത്തിൽ അവനെ മാനസാന്തരത്തിലൂടെ കൊണ്ടുവന്നില്ലേ? ഈ സാക്ഷ്യത്തെ കുറിച്ച് പറയണമെന്ന് എപ്പോ പറയണം? ഇന്ന് മുതൽ പറഞ്ഞു തുടങ്ങണമെന്ന്. അതിനാ ഈ വെളിച്ചത്തിൽ കൊണ്ടുവന്നതെന്നാ ഞാൻ പറയുന്നത്. സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ ആസ്പെക്റ്റാണ് ഇവാഞ്ചലിസം, സുവിശേഷീകരണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ വലിയ കൺവെൻഷനും പലപ്പോഴും നടത്തും. സമയം അടുത്ത് വരികയാ, അണിയറ ചർച്ചകളൊക്കെ നടക്കുന്ന സമയമാണിത് എന്നാ ഞാൻ കരുതുന്നത്. പലപ്പോഴും ഈ കൺവെൻഷനും എന്തിനാണെന്നറിയാമോ? എല്ലാവരും തമ്മിലൊന്ന് സന്തോഷിച്ചിട്ട് അങ്ങ് മടങ്ങിപ്പോവുക. യേശുവിനെ ക്ഷണിക്കുന്ന മീറ്റിങ്ങുകളാകുന്നില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കുക. എന്തിനും ചോദിച്ചാൽ, ഈ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചവരെ ഒക്കെ ഒന്ന് പ്രദർശിപ്പിക്കുന്നു ഒരു വശത്ത്, മറുവശത്ത് എല്ലാവരും തമ്മിൽ ഒരു സന്തോഷം, ഒരു കൂട്ടായ്മ, പിന്നെ വിവാഹ ആലോചനയോ ഇതൊക്കെ നടക്കുന്നു. ഇതിനാണോ കൺവെൻഷൻ യോഗങ്ങൾ? കൂട്ടായ്മ, യെസ്, എല്ലാവരും തമ്മിൽ ഒന്ന് കാണുന്നത്, സന്തോഷിക്കുന്നത്, അതിൽ യാതൊരു തെറ്റുമില്ല. ഞാനത് വളരെ സന്തോഷിക്കുന്ന ഒരാളാണ്, തെറ്റിദ്ധരിക്കരുത്. എന്നാൽ ഇതിനു വേണ്ടി മാത്രമാകരുത് നമ്മുടെ പരസ്യ യോഗങ്ങൾ, കൺവെൻഷൻ യോഗങ്ങൾ. നമ്മളെല്ലാവരും കൂടെ തമ്മിൽ കൂടി വരുന്ന ഒരു അവസരം മാത്രമല്ല. നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാം, വന്ന് കാൺമീൻ, ഞങ്ങളുടെ ജീവിതത്തിൽ യേശു ചെയ്ത മാറ്റങ്ങൾ വന്ന് കാൺമീൻ. അതൊരു സാക്ഷീകരണത്തിന്റെ പ്ലാറ്റ്ഫോമായി മാറട്ടെ. സന്തോഷത്തിന്റെ മാത്രമല്ല, സാക്ഷിയാകുന്ന ഒരനുഭവം. അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടക്കട്ടെ. ഈ കൊറോണ വൈറസ് കഴിഞ്ഞിട്ട് അത് നടക്കട്ടെ. എന്നാൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഇവിടെ എല്ലാം ഓരോരുത്തരാ ചെയ്യുന്നത്. യോഹന്നാൻ സ്നാപകൻ ഒരു വ്യക്തി, 2 പേര് അനുഗമിക്കുന്നു. അന്ത്രയോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി സഹോദരനെ വിളിച്ചോണ്ട് വരുന്നു. ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി നഥനിയേലിനെ വിളിച്ചോണ്ട് വരുന്നു. പേഴ്സണൽ ഇവാഞ്ചലിസത്തിന്റെ ഒരു കാലഘട്ടമാണിത്. ഇവിടെ എനിക്ക് നിങ്ങളോട് അറിയിക്കുവാനുള്ള മുഖ്യ സന്ദേശത്തിലേക്ക് ഞാൻ വരികയാണ്. ഇവിടെ പറയുന്ന ഒരു കാര്യം നോക്കിയേ, നഥനിയേലിനോട്
നഥനിയേൽ യേശുവിന്റെ അടുക്കൽ വരുമ്പോ പേഴ്സണൽ ഇവാഞ്ചലിസത്തിലേക്ക് സഭ മടങ്ങി വരണം. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഭയുടെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് മടങ്ങി വരണം. പേഴ്സണൽ ഇവാഞ്ചലിസം ഏറ്റവും വലിയൊരു ഉദ്ദേശമാണ്. നമ്മളെ രക്ഷിച്ചിരിക്കുന്നത് ഈ രക്ഷിതാവിനെ കുറിച്ച് പറയാൻ വേണ്ടിയാ. എങ്ങനെ പറയണം? സാക്ഷ്യപ്പെടുത്തൽ മാത്രമല്ല, വന്ന് കാൺമീൻ, വന്ന് കാൺമീൻ. ഈ വന്ന് കാൺമീൻ എന്നുള്ള പദം 4:29 ശമര്യക്കാരത്തി സ്ത്രീയോടുള്ള ബന്ധത്തിലും കാണാം. വളരെ 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 പ്രസക്തിയുള്ളൊരു വാക്കാണ്. 4:29 ഞാൻ ചെയ്തതൊക്കെയും, എന്താ സുവിശേഷീകരണം? സുവിശേഷീകരണം യേശുവിങ്കലേക്ക് ചൂണ്ടുന്നു. പക്ഷെ സംശയമുള്ളവരുണ്ട്, ഒരുപാട് സംശയം, ന്യായമായ തർക്കങ്ങൾ, ന്യായമായ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ശമര്യക്കാരത്തി സ്ത്രീ എന്താ പറയുന്നതെന്നറിയോ? 4:29 ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ. ഈ ഇവാഞ്ചലിസം വേറെയാ കേട്ടോ. ഈ ഇവാഞ്ചലിസം വാചക കസർത്തല്ല. ഈ ഇവാഞ്ചലിസം പ്രാസം ഒപ്പിച്ച് പറയുന്നതല്ല. ഈ ഇവാഞ്ചലിസം കഥാപ്രസംഗം മോഡലിൽ മനുഷ്യന്റെ ചിരിയും കയ്യടിയും പിടിച്ചു പറ്റുന്നതല്ല. ഈ ഇവാഞ്ചലിസം എന്താണെന്നറിയാം? ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ വാക്യം വായിക്കുക. 4:29 ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. വിളിക്കാമോ? ഇന്ന് ഈ ഞായറാഴ്ച ദിവസം ഒരു പ്രത്യേക നിയോഗം നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന് അയക്കുവാനുണ്ട്. നിങ്ങളുടെ മേൽ ഒരു പ്രത്യേക നിയോഗം ഈ ഞായറാഴ്ച ദൈവത്തിന് തരാനുണ്ട്. ഭയന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുവാനല്ല, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയി ജീവിതം അവസാനിക്കുവാനല്ല. എന്നെ രക്ഷിച്ച, നിങ്ങളെ രക്ഷിച്ച ആത്മമണവാളനായ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഒരു തിടുക്കം ഉണ്ടാകുക. വന്ന് കാൺമീൻ എന്ന് വിളിക്കുക. പേഴ്സണൽ ഇവാഞ്ചലിസം ദൈവസഭ മറന്നു പോകരുത്. അതിന്റെ കാലഘട്ടമാണിത്. അത് മാത്രമല്ല, ദൈവസഭയെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു വലിയ പ്രധാന കാര്യം ഇവിടെയുണ്ട്. നഥനിയേൽ അടുത്തു വരുമ്പോ 47-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ കുറിവാക്യം ശ്രദ്ധിച്ചേ. 47-ാമത്തെ വാക്യം. നഥനിയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ട് യേശു പറയുക, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. എന്താ ഈ വാക്യത്തിൽ നിന്നും നമ്മൾ ന്യായമായി മനസ്സിലാക്കേണ്ടത്? ഞാൻ അനേക പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ വാക്യം അനേക തവണ ചിന്തിച്ചിട്ടുണ്ട്. എപ്പോഴും എൻ്റെ മനസ്സിൽ വന്നത്, നഥനിയേലിനെ പോലുള്ള ആളുകൾ ദൈവസഭയ്ക്കകത്ത് വേണം. കപടമില്ലാത്തവൻ, ഹിപ്പോക്രസി ഇല്ലാത്തവൻ, ഇത്രയൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വചനത്തിലൂടെ കർത്താവ് പല കാര്യങ്ങളും മനസ്സിലാക്കി തന്നു. അത് വളരെ തിടുക്കത്തോടെ, പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പാകെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താ ഈ വാക്യത്തിന്റെ അർത്ഥം? നീ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഈ സാക്ഷാൽ ഇസ്രായേലിയൻ, ആ പദം ആദ്യം കേൾക്കുന്നവരുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട്. സാക്ഷാൽ ഇസ്രായേലിയനോ എന്ന് പറഞ്ഞാൽ എന്താ? സാക്ഷാൽ ഇസ്രായേലിയൻ. Here is a true Israelite. Here is an Israelite in whom there is no deceit. സാക്ഷാൽ ഇസ്രായേലിയൻ. ആദ്യം കേൾക്കുന്നവരുടെ മനസ്സിൽ വരുന്ന എന്താണെന്നറിയോ? ആരാ ആദ്യ ഇസ്രായേലിയൻ? ആരാ ആദ്യ ഇസ്രായേലിയൻ എന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചോദ്യം ഒരാളോട് ചോദിച്ചു, ആദ്യ ഇസ്രായേലിൻ ആര്? അബ്രഹാം. അബ്രഹാം അല്ല ആദ്യ ഇസ്രായേലിയൻ. ആദ്യ ഇസ്രായേലിയൻ ഇവിടെ സാക്ഷാൽ ഇസ്രായേലിയൻ, ഫസ്റ്റ് ഇസ്രായേലൈറ്റ് ആരാന്നറിയാമോ? യാക്കോബ്, ജേക്കബ്, ഏശാവിന്റെ സഹോദരനായ ഇസ്ഹാക്കിന്റെ പുത്രനായ യാക്കോബ്. യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ജേക്കബ് എന്നാണ്.
ഒരിക്കൽ അദ്ദേഹത്തിന്റെ മകൾ ചോദിച്ചു, പപ്പ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് യുവർ നെയിം ജേക്കബ്? എന്റെ സ്നേഹിതൻ പറഞ്ഞു, മൈ ഡിയർ സ്വീറ്റി, ഇറ്റ് ഈസ് വെരി വെരി ഹാർഡ്, ഡിഫിക്കൽട്ട് ഫോർ മീ ടു ടെൽ യു ദ മീനിങ്. എനിക്ക് എന്റെ പേരിന്റെ അർത്ഥം നിന്നോട് പറയാൻ ആവേശമല്ല, നാണം വരുന്നു. എന്താ ജേക്കബ് എന്ന പദത്തിന്റെ അർത്ഥം? ഒന്നാമത്തെ ഇസ്രായേൽ ജേക്കബിന്റെ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഉപായി, ഡിസീവർ. ഹൃദയത്തിൽ ഒന്ന്, വേറൊന്ന് വെളി കാണിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പമാണ്. എല്ലാവരും മാസ്ക് ധരിച്ചുകൊണ്ടല്ലേ നടക്കുന്നത്. ഉള്ളിലുള്ള വികാരങ്ങൾ ഒന്നും ആർക്കും വെളി കാണുന്നില്ല. ഈ ഭാഗം എല്ലാം മാസ്ക് വെച്ചിരിക്കുക. ആകെ കാണുന്ന കണ്ണ് മാത്രമാ. ഇദ്ദേഹം ചിരിക്കുകയാണോ, ഇദ്ദേഹത്തിന്റെ മുഖം കോപിച്ചാണോ ഇരിക്കുന്നത്, ഇതൊന്നും അറിയാൻ മാസ്ക്. ഒന്നാമത്തെ ഇസ്രായേലിയൻ ആരാന്നറിയാമോ? ഒരു മാസ്ക് ഉള്ളവൻ, ഉപായി. യാക്കോബിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കണമേ. ജനസിസ് ചാപ്റ്റർ 27:35 ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, അതിനവൻ നിന്റെ സഹോദരൻ, ഇസ്ഹാക്കിന്റെ വാക്കുകളാ, അതിനവൻ നിന്റെ സഹോദരൻ, ഏശാവിനോട് പറയുക, നിന്റെ സഹോദരൻ ഉപായത്തോടെ വന്ന് നിന്റെ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. ആരാ ഒന്നാമത്തെ ഇസ്രായേലിയൻ? ഉപായി. ഉപായത്താൽ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞവൻ. പക്ഷെ യേശു നഥനിയേലിനെ നോക്കി പറയുക, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ. ഒന്നാമത്തെ ഇസ്രായേലിനല്ല, സാക്ഷാൽ ഇസ്രായേലിയൻ. ഒന്നാമത്തെ ഇസ്രായേലിന്റെ പേര് തന്നെ ഉപായി, പക്ഷെ ഇവനിൽ കപടമില്ല. ഇവിടെ നടക്കുന്ന എന്താണെന്നറിയാമോ? നിങ്ങളാരും ഇത് കാണാതെ പോകരുതേ. സഭയെ കൊണ്ടുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? യോഹന്നാൻ എഴുതി തുടങ്ങുമ്പോൾ തന്നെ വളരെ വളരെ അധികം ചിന്തിക്കേണ്ട കാര്യമാണ്. ഒന്നിൽ യോഹന്നാൻ പറഞ്ഞു തുടങ്ങുന്നത് എന്താണെന്നറിയാമോ? ആദിയിൽ വചനമുണ്ടായിരുന്നു. ഈ വാക്യം ഓർമ്മപ്പെടുത്തുന്ന എന്തിനെയാ? ഈ വാക്യം ഓർമ്മപ്പെടുത്തുന്ന വേറെ ഒന്നിനെയുമല്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിനെ ഓർമ്മപ്പെടുത്തുന്ന വാക്യമല്ലേ ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം വായിച്ചു തുടങ്ങുന്നവർക്ക് 1-ാം വാക്യത്തിൽ തന്നെ ഒരു കാര്യം മനസ്സിലാവും. ഈ യോഹന്നാൻ പറയുന്നു, അന്ന് സൃഷ്ടി നടന്നതുപോലെ, സൃഷ്ടിപ്പ് നടന്നതുപോലെ ഇന്നിതാ പുതിയൊരു സൃഷ്ടിപ്പ് നടത്തുന്ന ഒരു അനുഭവം. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിലെ വാക്കുകൾ ശ്രദ്ധിക്കണം. 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കാണുന്ന പദങ്ങൾ ശ്രദ്ധിക്കുക. ആദിയിൽ എന്നുള്ള പദം മാത്രമല്ല, ഉൽപ്പത്തിയിൽ നടന്നതുപോലെ 4-ാമത്തെ വാക്യത്തിൽ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ൽ എന്താ കാണുന്നത്? വെളിച്ചം ഉണ്ടാകട്ടെ, ആദിയിൽ ദൈവം സൃഷ്ടിച്ചു. ഇവിടെയും വെളിച്ചം, ഇവിടെയും ജീവന്റെ പരാമർശം, ഇവിടെയും ആദിയിൽ എന്ന പരാമർശം. പോരാ പോരാ പോരാ. ഈ സുവിശേഷത്തിന് പഴയ നിയമവുമായി ബന്ധമുണ്ട്. പഴയ നിയമവുമായി ബന്ധമുണ്ടെന്ന് മാത്രമല്ല, സഭയെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ മനസ്സിൽ വേണം. 1-ാം അധ്യായം 14-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. 1-ന്റെ-14 ഒരു പ്രത്യേക വാക്കുണ്ട്. എല്ലാവരും നോക്കണമേ. 1-ന്റെ-1 ഉൽപ്പത്തിയുമായിട്ടൊരു ബന്ധം പോരാ. 1-ന്റെ-14 വചനം ജഡമായി തീർന്നു. ഇംഗ്ലീഷോട് ഞാൻ വായിക്കാം. The word became flesh and made his dwelling. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ ട്രാൻസ്ലേഷൻ പോരാ. അതിന്റെ അസൽ ട്രാൻസ്ലേഷൻ എന്താണെന്നറിയാമോ? കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. He tabernacled among us. ഈ വാക്ക് അറിയാത്ത ആരാ ഉള്ളത്? പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 33-34 അധ്യായങ്ങളിൽ സമാഗമന കൂടാരം, ആ കൂടാരം അടിച്ചു എന്നുള്ള വാക്കാണ് ഇവിടെ. യേശു
കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. പോരാ, അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത്, നമ്മൾ അവന്റെ തേജസ് കണ്ടു. പഴയ നിയമത്തിൽ തേജസ് കാണണമെങ്കിൽ ഒരു വ്യക്തിയിലല്ല കാണുന്നത്. സമാഗമന കൂടാരത്തിൽ പോയാൽ തേജസ് കാണാം, ദേവാലയത്തിൽ പോയാൽ തേജസ് കാണാം. യേശു ഇതാ നിൽക്കുന്നു. യേശുവിനെ കാണുന്നവർ, കൂടാരമടിച്ച് നിൽക്കുന്ന യേശുവിനെ കാണുമ്പോൾ, ഒരു വാക്കിംഗ് ടെമ്പിളായ, നടക്കുന്ന ദേവാലയമായ യേശുവിനെ കാണുമ്പോൾ തേജസ് കാണുന്നു. അത് മാത്രമല്ല, 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ആ ഒരു കണക്ഷൻ നോക്കണം. 1:21 യോഹന്നാൻ സ്നാപകനോട് ചോദിക്കുക, അല്ല എന്ന് പറഞ്ഞു, നീ ആ പ്രവാചകനോ? ഒരു ചോദ്യം ചോദിക്കുക, നീ ആ പ്രവാചകൻ? ഏത് പ്രവാചകൻ? ആവർത്തന പുസ്തകം 18:15 മോശ പറഞ്ഞ, എന്നെ പോലൊരു പ്രവാചകൻ വരും. യോഹന്നാനോട് ചോദിക്കുക, നീ ആ പ്രവാചകനാണോ? അതിന് യോഹന്നാൻ ഉത്തരം പറഞ്ഞത് 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ 40-ാം അധ്യായം 3-ാം വാക്യത്തിൽ വിളിച്ചു പറഞ്ഞ മരുഭൂമിയിലെ ശബ്ദമാണ് ഞാൻ. യോഹന്നാന്റെ സുവിശേഷം 1 പഴയ നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആദിയിൽ എന്നുള്ള പദം, കൂടാരമടിച്ചു എന്നുള്ള പദം പോരാ. യെശയ്യാ 40:3 പറഞ്ഞ മരുഭൂമിയിലെ ശബ്ദമായവൻ ഇതാ യോഹന്നാൻ സ്നാപകൻ നിൽക്കുന്നു. പോരാ, 1:29 ശ്രദ്ധിക്കണം. 1:29 ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ആ പെസഹ കുഞ്ഞാട്, യെശയ്യാ പ്രവാചകൻ 53 സഫറിംഗ് സർവന്റ്. ഇതും പഴയ നിയമമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്ലൈമാക്സ്. പഴയ നിയമം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന വ്യക്തി അന്ന് കൂടാരത്തിൽ തേജസ് കണ്ടു, ഇന്നിതാ വ്യക്തി വന്ന് നിൽക്കുന്നു. അന്ന് ആടുകളെ കൊണ്ടുപോയി, ഇതാ നടക്കുന്നു. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് പൂർത്തീകരണത്തിന്റെ, ഇത് നിവർത്തിയായതിന്റെ ഒരു ലക്ഷണമല്ലേ, ഒരു ഭാഷയല്ലേ ഇത്? 1-ാം അധ്യായം 32-33 ആത്മാവ് അവന്റെ മേൽ വരുന്നു. ഇതും യെശയ്യാ പ്രവാചകൻ 42:1-2 ആത്മാവ് അവന്റെ മേൽ വരുന്നു. അതിന് സമമല്ലേ? 1:41 മെസ്സഹ. ഈ പദവും ദാനിയേലിൽ നിന്ന്, ദാനിയേൽ 7-ാമത്തെ അധ്യായത്തിലൊക്കെ ഉദ്ധരണിയുള്ള ആ ആശയമല്ലേ മശിഹ എന്ന പദത്തിൽ അടങ്ങിയിരിക്കുന്നത്? 1-ാം അധ്യായം 51-ാം വാക്യത്തിൽ ഈ നഥനിയേലിന്റെ ആ കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് 51-ാം വാക്യത്തിൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവ ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും ചെയ്യുന്നു എന്ന് നിങ്ങൾ കാണും. ഇതും ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ യാക്കോബിന്റെ ആ ഒരു വിഷൻ പ്രകാരമല്ലേ? ദൈവസഭയെ, നമ്മളെ കൊണ്ടുള്ള ദൈവത്തിന്റെ വലിയ ഉദ്ദേശം എന്താ? അത് മനസ്സിലാക്കണമെങ്കിൽ ഇത് മനസ്സിലാകണം. പഴയ നിയമം മുഴുവൻ ഇസ്രായേൽ മക്കളിലൂടെ ദൈവം ഒരു കാര്യം ചെയ്യുവാൻ ആഗ്രഹിച്ചു. എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചെന്നറിയാമോ? അവരെ ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കണം. ഇതാ വേറിട്ട് പാർക്കുന്ന ഒരു ജനം, ലോകത്തിന്റെ മുമ്പിൽ ഇവർ വെളിച്ചമാകണം. ദൈവം നട്ടുവെച്ച മുന്തിരി, പക്ഷെ കായ്ച്ചതെന്താ? കാട്ടുമുന്തിരി. വെളിച്ചമാകേണ്ടവർ എന്തായി തീർന്നു? ഇരുട്ടായി തീർന്നു. ദൈവത്തിന്റെ കൃപയെ വെളിപ്പെടുത്തേണ്ടവർ എന്തായി തീർന്നു? അവർ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നു. അപ്പോഴാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി. യേശുവിന്റെ അടുക്കൽ വരുന്ന നഥനിയേലിനെ നോക്കി യേശു പറയുക, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവൻ ഒരു പുതിയ തലമുറയാ. ഇവന്റെ മേൽ ഒരു പുതിയ വിളി, ഒരു പുതിയ അധ്യായം കിടപ്പുണ്ട്. He is a representative of a new era, a new phase in salvation history. ദൈവത്തിന്റെ രക്ഷയുടെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ഒരു പുതിയ അധ്യായം ഇവൻ തുടങ്ങുന്നു. ആ തുടങ്ങുന്നതിന്റെ ഒരു ലക്ഷണമാണ് ഇവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പലര് പറഞ്ഞു, പക്ഷെ സമയക്കുറവുകൊണ്ട് ഒരാൾ പറഞ്ഞ വാക്യം ഞാൻ വായിക്കാം. സെഫന്യ 3-ാം അധ്യായം 12-13 ഇങ്ങനെയാ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത്. 12-13
ഞാൻ നിന്റെ നടുവിൽ, വാക്കൾ ശ്രദ്ധിക്കാം, 3:12-13 സെഫന്യ. ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവും ഉള്ള ഒരു ജനത്തെ ശേഷിപ്പിക്കും. അന്ന് ദേവാലയത്തിൽ പോയി കണ്ട തേജസ് നോക്കിക്കണ്ട എല്ലാവരെ കൊണ്ട് ഇതൊക്കത്തില്ല. ആന്തരിക രൂപാന്തരം നടക്കാത്ത എല്ലാവരെ കൊണ്ട് ഇതൊക്കത്തില്ല. പുറമേ പരിച്ഛേദനയുള്ളവരെ കൊണ്ട് മാത്രം ഇതൊക്കത്തില്ല. ഒരു കൂട്ടത്തെ ഞാൻ ശേഷിപ്പിക്കും. അവൻ യഹോവയുടെ നാമം ശരണം പ്രാപിക്കും. 14-ാമത്തെ വാക്യം ശ്രദ്ധിക്കണേ. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കയില്ല. എല്ലാവരും നോക്ക, ദൈവസഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താ? 1, പേഴ്സണൽ ഇവാഞ്ചലിസം. 2, ഒരു അതിപ്രധാന കാര്യം, നഥനിയേലിനോട് പറയുക, നീ സാക്ഷാൽ ഇസ്രായേലിയൻ, നിന്നിൽ കപടമില്ല എന്ന് പറഞ്ഞാൽ എന്താ? സെഫന്യ വിളിച്ചു പറഞ്ഞതാ. ഈ ശേഷിപ്പിന് ഇസ്രായേൽ എന്ന പേരുള്ളവന് മാത്രമല്ല, പെന്തിക്കോസ്ത് എന്ന പേരുള്ളവന് മാത്രമല്ല, രക്ഷയുടെ അനുഭവമില്ലാതെ സ്നാനപ്പെട്ടവരിലൂടെ നടക്കത്തില്ലിത്. ഹൃദയത്തിൽ രൂപാന്തരം വന്നവർ, യേശുവിനെ ജലത്തിൽ സാക്ഷീകരിച്ചവർ, ഒരു ശേഷിപ്പുണ്ട്, ഒരു ശേഷിപ്പ്. പ്രവാചകൻ പറയുന്നത്, ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കുകയില്ല. എന്താ ക്വാളിറ്റി? ശേഷിപ്പുള്ളവർ എല്ലാം കൂടെ കൈയടിക്കുമെന്നല്ല. ശേഷിപ്പുള്ളവർ കൈ അടിച്ചേക്കാം, പക്ഷെ അവർ നീതികേട് പ്രവർത്തിക്കുകയില്ല, ഭോഷ്ക് പറയുകയില്ല. ആത്മീകനെ എങ്ങനെ തിരിച്ചറിയാം? സാക്ഷാൽ ഇസ്രായേലിയൻ. ആദ്യ ഇസ്രായേലിയന് ഇല്ലാത്തതൊന്നും നിന്നിലുണ്ടെന്നായി പറയുന്നേ. ആദ്യ ഇസ്രായേലിയൻ ഉബായി, അവന് ഡിസീറ്റ് ഉണ്ട്, കബളിപ്പിക്കും, അവന് മാസ്ക് ഉണ്ട്. ദൈവസഭയുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ദൈവം നമ്മളെ അടർത്തിയെടുത്ത് എന്തിനാണെന്നറിയാമോ? സാക്ഷാൽ ഇസ്രായേലിനായി മാറാൻ. എന്ന് പറഞ്ഞാൽ ഭോഷ്കില്ലാത്തൊരു കൂട്ടം, തനിച്ചു പാർക്കുന്നൊരു കൂട്ടം, മ്ലേച്ഛത കേറാത്തൊരു കൂട്ടം, മാലിന്യം തട്ടാത്തൊരു കൂട്ടം, കറ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ ദൈവത്തിന്റെ തേജസ്സിനെ, ദൈവത്തിന്റെ വെളുപ്പിനെ, വെളിച്ചത്തെ വെളിപ്പെടുത്തുന്ന ഒരു തലമുറ. ഇങ്ങനെയാ പ്രവാചകൻ പറയുന്നത്. ഭോഷ്ക് പറയുകയില്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. എല്ലാവരും നോക്ക്. സെഫന്യ 3:14. ഭോഷ്ക് പറയുകയില്ല, ശേഷിപ്പ്. ഒരു കാര്യം എടുത്തു പറയുന്നു, ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകില്ല. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന പദം എന്താണെന്നറിയാമോ? There will not be deceit in their mouth. അവർക്ക് ഉപായം അവരുടെ വായിൽ ഉണ്ടായിരിക്കുകയില്ല. ദൈവസഭയെ, എന്താ ദൈവസഭ എന്ന് പറഞ്ഞാൽ? യഥാർത്ഥ വീണ്ടും ജനനം ഇല്ലാതെ, അപ്പോസ്തല പ്രവൃത്തി, ഞങ്ങൾ മാനസാന്തരപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചവർ ഹൃദയത്തിൽ വാള് കയറുന്നത് പോലെ പ്രസംഗത്തിൽ രൂപാന്തരം വന്ന, അനുതാപം വന്നവരാ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നത്. ഇന്ന് അനേകര് സ്നാനപ്പെടുന്നത് യഥാർത്ഥമായ ഒരു അനുഭവം ഇല്ല. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട്, അങ്ങനെ ആയി തീർന്നത് കൊണ്ട്, മാതാപിതാക്കളുടെ നിർബന്ധം മൂലം 13-ാം വയസ്സിൽ, 14-ാം വയസ്സിൽ, 15-ാം വയസ്സിൽ ഇതെല്ലാം കേട്ട് കേട്ട് സഹിക്കാൻ വയ്യാതെ എന്നാ സ്നാനപ്പെട്ടേക്കാം. അല്ലെങ്കിൽ ലോർഡ്സ് സപ്പർ, കർത്തൃമേശ മുമ്പിലൂടെ പോകുമ്പോ അനേക നാളുകളായി പാസ്റ്റർ പറയുന്നു, സ്നാനപ്പെടണം മോനെ, ഇങ്ങനെ നിന്റെ മുമ്പിലൂടെ പോകണ്ട പാത്രമല്ലിത്, നീ ഇതിനകത്ത് എടുക്കണം. എന്നാ ഞാൻ സ്നാനപ്പെട്ടേക്കാം, നാളെ മുതൽ കർത്തൃമേശ എടുക്കാമല്ലോ. ഈ രക്ഷണ്യ പ്രവൃത്തിയുടെ മഹാത്മ്യം അറിയാതെ, ഈ രക്ഷണ പ്രവൃത്തിയുടെ ഉദ്ദേശം അറിയാതെ, ഹൃദയത്തിൽ ഒരു സ്പർശനം നടക്കാതെ, ഒരു എൻകൗണ്ടർ നടക്കാതെ കുറെ പേര് സ്നാനപ്പെട്ടു എന്നുള്ളത് ശരിയാ. എങ്ങനെ അറിയാം? ജീവിതം നോക്കിയാൽ മതി. ലോകവുമായിട്ട് ഒരു വ്യത്യാസവുമില്ല. ഭോഷ്ക് നാവിലുള്ളവർ, ചതി നാവിലുള്ളവർ. സെഫന്യ വിളിച്ചു പറഞ്ഞു 3:14, ഒരു കാലഘട്ടം വരാൻ പോകുക, ഉപായത്തിന്റെ കാലഘട്ടം മാറും. നഥനിയേൽ വന്നപ്പോൾ യേശു പറയുക, ഈ കാലം തുടങ്ങി,
പുറമേയുള്ള വേഷം മാത്രമല്ല, അകമേയുള്ള രൂപാന്തരത്തിന്റെ കാലത്തിന്റെ ഒരു ധ്വനിയാണ് നീ. നീ 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 സാക്ഷാൽ ഇസ്രായേലിയൻ, കപടമില്ലാത്തവൻ. സെഫന്യ വിളിച്ചു പറഞ്ഞ തലമുറയാ നീ. ഇവനിൽ കപടമില്ല. ഇത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1:45 വാക്യത്തിൽ ഫിലിപ്പോസ് നഥനിയേലിനോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. ഫിലിപ്പോസ് നഥനിയേലിനോട് എന്താ പറഞ്ഞെന്നറിയാം? അത്ഭുത രോഗശാന്തിക്കാരനെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം, ഒന്ന് വാ. ഇങ്ങനെ കച്ചവട ചരക്ക് പോലെ യേശുവിനെ വിൽക്കുകയല്ലായിരുന്നു ഫിലിപ്പോസ്. ഓരോ ദിവസവും ഫേസ്ബുക്കിലൂടെയോ യൂട്യൂബിലൂടെയോ ഒരു കച്ചവടത്തിന്റെ സാധനത്തെ പരിചയപ്പെടുത്തുന്നത് പോലെ ദൈവിക വെളിപ്പാടിന്റെ പൂർണ്ണ അർത്ഥങ്ങൾ മറച്ചുവെച്ച് ഒരു വശം മാത്രം, രോഗസൗഖ്യത്തിന്റെ വശം മാത്രം, സാമ്പത്തിക നന്മയുടെ വശം മാത്രം, കഷ്ടതയെ ഒളിപ്പിച്ചു വെച്ച് മറച്ചു വെച്ച് പറയുന്നവനല്ലായിരുന്നു. എന്താ ഫിലിപ്പോസ് പറഞ്ഞെന്നറിയാ? ഫിലിപ്പോസ് പറഞ്ഞ ഇതാ: ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിവർത്തിയായി, പൂർണ്ണതയായി. ആ പഴയ നിയമ കാലഘട്ടം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഇതാ ഞങ്ങൾ കണ്ടെത്തി, മെസ്സിഹായെ ഞങ്ങൾ കണ്ടെത്തി. ന്യായപ്രമാണം വിളിച്ചു പറഞ്ഞ, മോശ വിളിച്ചു പറഞ്ഞ, പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞ വ്യക്തിയെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം പോയി. ഏത് കാലഘട്ടം? എക്സ്റ്റേണൽ റിലീജിയന്റെ കാലഘട്ടം. ഹൃദയശുദ്ധി ഇല്ലാതെ കൈകൾ മാത്രം വെടിപ്പാക്കുന്ന കാലഘട്ടം പോയി. ഹൃദയത്തിൽ അനുതാപമില്ലാതെ റിച്വൽസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ പുറമേ ചെയ്യുന്ന കാലഘട്ടം പോയി. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ. 47 വാക്യവും 48 ഒരു പ്രാവശ്യം കൂടെ വായിക്കാൻ പോവുക. നഥനിയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. ഇവൻ ഒന്നാമത്തെ ഇസ്രായേലിനെ പോലെ അല്ല, ഇവൻ ഒരു പുതിയ തലമുറയുടെ ആളാ, കപടമില്ലാത്തവനാണ്. 48 വാക്യം. നഥനിയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ്, നിന്നെ വിളിക്കും മുമ്പേ, ആ വാക്ക് ശ്രദ്ധിക്കുക, എല്ലാവരും നോക്കണമേ. ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ, ഫിലിപ്പോസ് നിന്നോട് സാക്ഷ്യം പറയുന്നതിന് മുമ്പ്, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ? അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത്തിയുടെ കീഴിൽ നിന്ന് ഉള്ള ആ പദം, ആ ഒരു ഫ്രേസ് സാധാരണഗതിയിൽ ചിന്തിക്കുന്നത് 1-ാം നൂറ്റാണ്ടിലെ റബ്ബിമാർ ഉപയോഗിച്ചിരുന്ന ഒരു ഫ്രേസാണ്. അത്തിയുടെ കീഴിലുള്ള ഇരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം പഠിക്കുക എന്നതിന് അതൊരു ഫ്രേസ് പോലെ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്നവരുണ്ട് 1-ാം നൂറ്റാണ്ടിൽ. അപ്പൊ യേശു ഇവിടെ പറഞ്ഞത്, നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ, അതിൻ്റെ ഏറ്റവും സർഫസ് ലെവലിലുള്ള മീനിങ് 1-ാം നൂറ്റാണ്ടിലെ ഒരാൾ ഇത് വായിക്കുമ്പോൾ ആദ്യം അവന്റെ മനസ്സിൽ വരുന്നത് ഒരു പക്ഷെങ്കിൽ ദൈവവചനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് നിന്നെ അറിയാം. അത്തിയുടെ കീഴിൽ എന്നുള്ളത് ഒരു എക്സ്പ്രഷൻ, ദൈവവചനം വായിക്കുന്നതിന് പഠിക്കുന്നതിന് ഒരു എക്സ്പ്രഷനായി റബ്ബിമാർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ അത് മാത്രമല്ല ഇത് കേട്ടോ, ഇതൊരു പ്രത്യേക റെലവൻസ് ഉള്ള, സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ഫ്രേസാണ്. എന്താണെന്നറിയാമോ ഇവിടുത്തെ സിഗ്നിഫിക്കൻസ്? മീഖാ പ്രവാചകൻ 4-ാം അധ്യായം 4-ാം വാക്യം തുറന്നു നോക്കിക്കേ. എന്താ അവിടെ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? മീഖാ പ്രവാചകൻ 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവർ ഓരോരുത്തൻ താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും. ഒരു പുതിയ കാലഘട്ടം വരും. ഈ കാലഘട്ടം, ഈ പുറമേയുള്ള മതത്തിന്റെ കാലഘട്ടം, ഈ ഉപായത്തിന്റെ കാലഘട്ടം, ഈ വേഷം കെട്ടലിന്റെ കാലഘട്ടം പോകും. പ്രവാചകൻ എഴുതുക, ആ കാലഘട്ടത്തിൽ അത്തിവൃക്ഷത്തിന്റെ കീഴിൽ പാർക്കും. സെക്കറിയാവ് എഴുതിയില്ലേ 3-ാം അധ്യായം 8 മുതൽ 10 വരെ. 10-ാമത്തെ വാക്യം മാത്രം വായിക്കാം, സമയക്കുറവുണ്ട്, അവസാനിപ്പിക്കാൻ പോവുകയാണ്. സെക്കറിയ പ്രവാചകൻ 3:10 ഇപ്രകാരം വായിക്കുന്നു,
അന്നാളിൽ ഈ പുതിയ കാലഘട്ടത്തിൽ, ഈ നടക്കുന്ന ദേവാലയം വരുന്ന കാലഘട്ടത്തിൽ യേശു വരുമ്പോ, ദൈവസഭയെ സ്ഥാപിക്കുമ്പോ, അന്നാളിൽ നിങ്ങൾ ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിൻ കീഴിലേക്കും ക്ഷണിക്കും. പ്രവാചകന്മാരെ എഴുതി വെച്ചു, ഒരു കാലഘട്ടം വരുന്നു. ആ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാ അത്തിവൃക്ഷത്തിന്റെ കീഴിൽ. അപ്പൊ യേശു നഥനിയേലിനെ നോക്കി പറയുക, നഥനിയേലേ, നീ സാക്ഷാൽ ഇസ്രായേലിയൻ എന്ന് പറഞ്ഞാൽ നിന്നെ നീ പ്രതിനിധാനം ചെയ്യുന്നത്, നീ സിംബലൈസ് ചെയ്യുന്നത് ഒരു പുതിയ കൂട്ടത്തെ ഞാൻ ഉടലെടുക്കുവാൻ പോവുക. സാക്ഷാൽ ഇസ്രായേലിയൻ. ഇതേ പദം തന്നെ യോഹന്നാന്റെ സുവിശേഷം 15 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. അതും ഇസ്രായേലിനെ സൂചിപ്പിക്കുന്ന, ഒരു പുതുമയെ സൂചിപ്പിക്കുന്ന, ദൈവസഭയുടെ പൂർണ്ണ അർത്ഥത്തെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് സാക്ഷാൽ ഇസ്രായേലിയൻ, സാക്ഷാൽ മുന്തിരിവള്ളി. എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? ഇതാ പറഞ്ഞു വരുന്നത്, ദൈവസഭ എന്ന് പറഞ്ഞാൽ ഒന്ന് പേഴ്സണൽ ഇവാഞ്ചലിസം അവഗണിക്കാൻ ഒക്കത്തില്ല. 2 പുറമേ ഉള്ളൊരു വൈകാരിക തലത്തിലുള്ളൊരു, ഉപരിവിപ്ലവ തലത്തിലുള്ള ഒരു, വികാര തലത്തിലുള്ള ഒരു ഇളക്കിമറിച്ചൽ മാത്രമല്ല ദൈവസഭ എന്ന് പറഞ്ഞാൽ. ദൈവസഭ എന്ന് പറഞ്ഞാൽ ഉപായത്തിന്റെ തലമുറ അല്ല ദൈവസഭ. നിർമ്മലതയുടെ ഒരു തലമുറ, അനുസരണക്കേടിന്റെ തലമുറയല്ല ദൈവസഭ. ഇസ്രായേൽ മക്കളെ പോലെ അനുസരണക്കേടിന്റെ തലമുറയല്ല ദൈവസഭ. ഹൃദയ പരിച്ഛേദനയുള്ളവർ, വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവർ, കൈകൾ മാത്രമല്ല ഹൃദയം വെടിപ്പുള്ള ഒരു തലമുറ. പുറമേ ഉള്ള പ്രകടനങ്ങളുടെ, വേഷം കെട്ടലുകളുടെ തലമുറയല്ല ദൈവത്തിന്റെ സഭ. പുറമെ വെള്ളയിട്ട് അകമേ കടിച്ചു കീറുന്ന ചെന്നായി പോലെ പണത്തിന്റെ പുറകെ, സ്ഥാനത്തിന്റെ പുറകെ, ഉപായത്തോടെ നടക്കുന്ന ഒരു തലമുറ അല്ലിത്. ഹൃദയത്തിൽ രൂപാന്തരം അനുഭവിച്ച ഒരു തലമുറ, അന്യദേവന്മാരുടെ പുറകെ പോകുന്ന തലമുറയല്ല ഈ അത്തിയുടെ കീഴിൽ ഇരിക്കുന്ന തലമുറ. ഇസ്രായേൽ പോയി അന്യദേവന്മാരുടെ പുറകെ. നമ്മളെ ദൈവം ഇന്ന് പകൽ വിളിക്കുന്നത് പണമെന്നുള്ള, അതല്ലേ മത്തായി സുവിശേഷത്തിൽ, ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നേ, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന വിശ്വാസി സമൂഹമേ, എന്നെ കേൾക്കുന്ന വേർപെട്ട ദൈവമക്കളെ, പണം നമ്മുടെ കാലിന്റെ കീഴിലാകട്ടെ, നമ്മളെ ഭരിക്കുന്ന ഒരു യജമാനനായി തീരാതിരിക്കട്ടെ. അന്യദേവന്മാരുടെ പുറകെ പോകുന്ന ഒരു തലമുറ അല്ല ഇത്. ഈ അത്തിയുടെ കീഴിലുള്ള തലമുറ, ഉപായമില്ലാത്ത തലമുറ, യേശുവിന് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന, യേശുവിന് പൂർണ്ണ ആരാധന കൊടുക്കുന്ന ഒരു തലമുറയാണ്. ഞങ്ങളിൽ വലിയവൻ ആര് എന്ന് ചോദിക്കുന്ന തലമുറയല്ല ഈ അത്തിയുടെ വൃക്ഷത്തിന്റെ കീഴിലുള്ള തലമുറ. പിന്നെന്തോ പറയുന്ന തലമുറയാ ഇത്? സ്നേഹമാ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. അതല്ലേ യോഹന്നാൻ ശ്രാവകൻ പറഞ്ഞത്? ഞാനാ സീനിയർ, എന്നെ ആക്കിയില്ല, എന്നെ ആക്കാതെ മറ്റേയാളെ ആക്കിയത് കൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇതല്ല അത്തിയുടെ കീഴിൽ ഉള്ള തലമുറ, ഇതല്ല ഉപായമില്ലാത്ത തലമുറ. സാക്ഷാൽ ഇസ്രായേലിയൻ ദൈവസഭയിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് സ്ഥാനമോഹങ്ങളോടെ അതിനുവേണ്ടി എന്തും ചെയ്യുന്ന, കാലുവാരണമെങ്കിൽ വാരുന്നു, ഉപായം പ്രയോഗിക്കുന്നെങ്കിൽ അത് പ്രയോഗിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നെങ്കിൽ അത് ചെയ്യുന്നു, പണമെറിയണമെങ്കിൽ അത് ചെയ്യുന്നു. ഇതല്ല ദൈവസഭയെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. മറിച്ച് സ്നേഹമാൻ ദൈവമേ, നീ എന്നിൽ അനുദിനം വളരണമേ, ഞാനോ കുറയണമേ. സ്ഥാനങ്ങൾ ദൈവസഭയിൽ ഉണ്ടോ? ദൈവം അതാത് സമയങ്ങളിൽ ഓരോരുത്തരെ ആക്കി വെക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ പുറകെ പോകുന്ന, എന്ത് വിലയും കൊടുത്ത് എനിക്ക് അവിടെ വരണമെന്ന് പറയുന്ന അവസ്ഥ, മരണം. അഴിഞ്ഞു പോകുന്നതിനെ നേടാൻ ഇറങ്ങിത്തിരിച്ചവരല്ല. ഒന്നാമത്തെ ശിഷ്യന്മാരോട്
ഞാൻ വാസ്തവത്തിൽ എന്നെ സർപ്രൈസ് ചെയ്ത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇംഗ്ലീഷ് ബൈബിൾ റെഡ് ലെറ്റർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിന്റെ ആദ്യത്തെ വാക്കുകൾ എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ ആദ്യത്തെ വാക്കുകൾ, റെഡ് ലെറ്ററിൽ കാണുന്ന ആദ്യത്തെ വാക്കുകൾ 1:38 യേശുവിനെ അനുഗമിക്കുന്നവരോട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാ, വാട്ട് ഡു യു വാണ്ട്? എന്താ നിനക്ക് വേണ്ടിയത്? നീ എന്തിനാ എന്റെ പിറകെ വരുന്നത്? ഭൗതിക തലത്തിലുള്ള എന്തെങ്കിലും കുറെ കാര്യങ്ങൾ നേടുവാൻ ഇറങ്ങിയതല്ല അത്തിയുടെ വൃക്ഷത്തിന്റെ കീഴിലുള്ള തലമുറ. ഉപായമില്ലാത്ത തലമുറ, ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന നശ്വരമായ ഈ ലോകത്തിന്റെ പ്രൗഢിക്ക് വേണ്ടി, ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രം ഇറങ്ങിയതല്ല. യോഹന്നാന്റെ സുവിശേഷം 6 എഴുതിയിട്ടുണ്ടല്ലോ, അപ്പം തിന്നാൻ മാത്രം വന്നവർ അടുത്ത ദിവസം വന്നപ്പോ യേശു അവരോട് പറഞ്ഞു, നിലനിൽക്കുന്നതായിട്ടുള്ള വചനം ഭക്ഷിക്കണം, നിങ്ങൾ എന്നെ തിന്നണം. അവരെല്ലാം കൂടെ 6:66 എഴുതിയിട്ടുണ്ട്. എല്ലാരും പോയി, തിരിച്ചുപോയി. അത്തിയുടെ വൃക്ഷത്തിന്റെ കീഴിലുള്ള തലമുറ എന്ന് പറഞ്ഞാൽ, ഉപായമില്ലാത്ത തലമുറ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അഴിഞ്ഞു പോകുന്നതിന് വേണ്ടി യേശുവിനെ അന്വേഷിക്കുന്നവരല്ലവർ, മറിച്ച് നിലനിൽക്കുന്നത്, നിത്യജീവങ്കലേക്ക് നയിക്കുന്നത്. പോരാ, യേശു, അതല്ലേ പാട്ടുകാരൻ പറഞ്ഞത്, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങു പോയി വസിക്കും. അതാ അത്തിയുടെ വൃക്ഷത്തിന്റെ കീഴിലുള്ള തലമുറ. ദൈവസഭ എന്ന് പറഞ്ഞാൽ ഉപായം പ്രയോഗിച്ച് ഭൗതിക തലത്തിലുള്ള ലാഭങ്ങൾ കൊയ്യുന്ന ഒരു കൂട്ടമല്ല. അതിനാകരുത് നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ. ദൈവത്തോട് അടുക്കുന്നതിനാകട്ടെ, ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിനാകട്ടെ, യേശുവെന്ന തലയോളം വളരുന്നതിന് വേണ്ടി ആകട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഇന്നത്തെ ദിവസം കർത്താവ് ദൈവവചനത്തിലൂടെ നമ്മളെ ക്ഷണിക്കുന്നത് പേഴ്സണൽ ഇവാഞ്ചലിസം. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞതുപോലെ, അന്ത്രയോസ് പത്രോസിനെ കൊണ്ടുവന്നതുപോലെ, ഫിലിപ്പോസ് നഥനിയേലിനെ കൊണ്ടുവന്നതുപോലെ, ഈ കാലഘട്ടത്തിൽ പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് വേണ്ടി, സാക്ഷിയായി തീരാൻ വേണ്ടി ഒരു നിയോഗം. സാക്ഷ്യം പറയുമ്പോൾ പ്രധാനമാ വിളിക്കുക, കം ആൻഡ് സീ, വന്ന് കാൺമീൻ. ശമര്യക്കാരത്തി സ്ത്രീ പറഞ്ഞതുപോലെ, ഫിലിപ്പോസ് പറഞ്ഞതുപോലെ, യേശു പറഞ്ഞതുപോലെ, വന്ന് കാൺമീൻ. ഞങ്ങളുടെ കുടുംബജീവിതം വന്ന് കാൺമീൻ, ഞങ്ങളുടെ മക്കളിൽ വന്ന രൂപാന്തരം വന്ന് കാൺമീൻ, എന്നെ രക്ഷിച്ചത് വന്ന് കാൺമീൻ. ഒരു കൂട്ടം ആളുകളെ ദൈവം വേർതിരിക്കുന്ന ദിവസങ്ങളാണിത്. വന്ന് കാൺമീൻ എന്ന് വിളിച്ചു പറയുവാൻ ഒരു തലമുറയുണ്ടെങ്കിൽ, രണ്ടാമത് നമ്മൾ ചിന്തിച്ച യഥാർത്ഥ ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്താ? നഥനിയേലിനോട് യേശു പറയുന്നു, സാക്ഷാൽ ഇസ്രായേലിൻ, ആദ്യ ഇസ്രായേലിനെ പോലെ അല്ല, he is a true Israelite എന്ന് പറഞ്ഞാൽ, here is a deceiver in whom there is no deceit. വഞ്ചനയില്ലാത്ത, ഉപായമില്ലാത്ത യാക്കോബിന്റെ ഒരു തലമുറയായത്. ഇതൊരു പുതിയ തലമുറയാണ്. അത്തിവൃക്ഷത്തിന്റെ കീഴിൽ ഇരിക്കുന്ന ഒരു തലമുറ. ദൈവത്തിന് വേണ്ടി ഈ തലമുറയിൽ എന്തെങ്കിലും ചെയ്യുവാൻ നിയോഗമുള്ള ഒരു തലമുറ. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറുന്ന ഒരു തലമുറ. ഹൃദയത്തിൽ പരിച്ഛേദന ഉള്ള ഒരു തലമുറ. ദൈവത്തിന്റെ മൂല്യങ്ങൾക്ക് വിലപിടിപ്പുള്ളതായി കാണുന്ന ഒരു തലമുറ. ദൈവത്തിന് മാത്രം ആരാധന കൊടുക്കുന്ന ഒരു തലമുറ. നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട് വരണേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകുമെന്ന് പറയുന്ന ഒരു തലമുറ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ ഈ വചനത്തിലൂടെ പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് വേണ്ടി ഒരു നിയോഗം എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ മേൽ പകരണമേ. ഇതുവരെ അവർ ചെയ്തിട്ടില്ലാത്തതുപോലെ ആവേശത്തോടെ, ദൈവകൃപയോടെ, ആത്മനിറവോടെ സുവിശേഷീകരണത്തിനൊരു പുതിയ നിയോഗം ഇന്ന് പകരണമേ. അനേകരെ യേശുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്ന, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്ന, we have found, ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്നുള്ള സാക്ഷ്യം അധരങ്ങളിലുള്ള ഒരു കൂട്ടം തലമുറയെ, ഒരു കൂട്ടം വ്യക്തികളെ ഈ പ്രസംഗത്തിലൂടെ ദൈവം നിയോഗിക്കണമേ. സഭ എന്നുള്ള ആശയം പുറമേയുള്ള വേഷം കെട്ടലല്ല എന്നും, ഉപായത്തിന്റെ തലമുറ മാറിപ്പോയിട്ട് ഉപായമില്ലാത്ത നിഷ്കളങ്കതയുടെ, വിശുദ്ധിയുടെ, വെടുപ്പിന്റെ, യഥാർത്ഥ ആരാധനയുടെ ഒരു തലമുറയെ, ലോകത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ വിശുദ്ധിയെ, ദൈവത്തിന്റെ തേജസ്സിനെ, ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രദർശിപ്പിക്കുന്ന, വേറിട്ട് പാർക്കുന്ന ഒരു ജനമായി, ഒരു ശേഷിപ്പായി
എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞങ്ങളെ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളെ നോക്കി ദൈവം ആ സാക്ഷ്യം പറയത്തക്കവണ്ണം ആത്മനിറവിൻ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു, ദൈവമുമ്പാകെ ഏൽപ്പിക്കുന്നു. ഈ ഒരാഴ്ച ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ. ആത്മനിറവ് ഞങ്ങളിൽ പകരണമേ. വിവേചന വരം ഞങ്ങളിൽ പകരണമേ. ജഡത്തിന്റെ അഭിലാഷങ്ങളെ നിവർത്തിക്കുന്നവരായി അല്ല, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.